Okay, so our second module എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ പൊല്യൂഷൻ ആണ്. അപ്പോൾ എന്താ വാട്ടർ പൊല്യൂഷൻ? വാട്ട് ഡു യു മീൻ ബൈ വാട്ടർ പൊല്യൂഷൻ? നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എയർ പൊല്യൂഷൻ പഠിച്ചു അല്ലേ? എയർ പൊല്യൂഷൻ വെച്ചാൽ എന്താണ്? കണ്ടാമിനേഷൻ ഓഫ് എയർ അല്ലേ? എയറിനെ നമ്മൾ പൊല്യൂട്ട് ആക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ കണ്ടാമിനൻസ് നമ്മൾ പറഞ്ഞ എന്താ? കണ്ടാമിനൻസ് എക്സ്ട്രാ പാർട്ടിക്കിൾസ് നമ്മൾ പറയുന്ന പേരാണ് കണ്ടാമിനൻസ് എന്ന് വെച്ചാൽ അല്ലേ? അപ്പോൾ കണ്ടാമിനൻസ് ഓഫ് വാട്ടർ എയർ ആണ് എയർ പൊല്യൂഷൻ. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ എന്തായിരിക്കും? വാട്ടർ പൊല്യൂഷൻ ഇസ് ദി കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. അതായത് വാട്ടർ ബോഡീസ് നമ്മൾ പൊല്യൂട്ട് ആക്കുക, അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ വാട്ടർ പൊല്യൂഷൻ ഇസ് ദി കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ നമ്മൾ വാട്ടർ ബോഡീസിന് കണ്ടാമിനൻ്റ് ആക്കുമ്പോൾ, അതായത് വാട്ടർ ബോഡീസിലോട്ട് നമ്മൾ പൊല്യൂട്ടൻസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? What happens to the water when we are adding pollutants to water? എന്തായിരിക്കും അവിടെ സംഭവിക്കുക? It can change these pollutants can change the chemical as well as biological properties of water. വാട്ടറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും അതേപോലെ തന്നെ വാട്ടറിൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെയും ഇത് അഫക്റ്റ് ചെയ്യും. Okay, it will affect the physical and biological properties of water. Okay, so the contaminants that change the, അല്ലെങ്കിൽ if there is any change in the physical as well as biological behavior of water, then we can say that the water is polluted. Okay, അപ്പോൾ വാട്ടർ നമ്മൾ പൊല്യൂട്ടഡ് ആയെന്ന് മനസ്സിലാക്കാൻ പറ്റും. Okay, so it is a change in the physical, chemical or biological properties of water that will have a determinantal consequence of any living organism അല്ലേ? ഇപ്പോൾ നമ്മുടെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? എയർ പോലെ തന്നെ നമുക്ക് വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാത്രമല്ല, ഈവൻ എല്ലാ ലിവിങ് ഓർഗാനിസംസിനും വാട്ടർ വേണം അല്ലേ? അപ്പോൾ ഇറ്റ് മേ അഫക്റ്റ് അവർ ലൈഫ് അല്ലേ? ലൈഫിനെയാണ് അഫക്റ്റ് ചെയ്യാം സീരിയസ്. ആണോ? ഓക്കെ, ആ. അപ്പോൾ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ സോഴ്സസ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ what may be the sources of water pollution? എന്തൊക്കെയായിരിക്കും? ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക് വേസ്റ്റ് ഉണ്ട് അല്ലേ? ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, ദെൻ ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഡിറ്റർജൻറ്റ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അല്ലേ? അപ്പോൾ എന്താണത്? ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് അല്ലേ? ഏറ്റവും നമ്മുടെ വീടുകളിൽ തന്നെ വെള്ളം മലിനീകരണമാവും അല്ലേ? ഡൊമസ്റ്റിക് വേസ്റ്റ് ഈസ് വെരി സീരിയസ് ഇഷ്യൂ. കാരണം മിക്ക മുനിസിപ്പാലിറ്റീസും അല്ലെങ്കിൽ മിക്ക കോർപ്പറേഷൻസൊക്കെ ഇപ്പോൾ ഡൊമസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള പല സാധനങ്ങളൊക്കെ, പല ടെക്നോളജീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? സിറ്റി ലൈഫിലൊക്കെ ആണെങ്കിൽ അവിടെ ഡൊമസ്റ്റിക് വേസ്റ്റൊക്കെ എടുക്കാനായിട്ട് വാനുകളും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ വന്ന് ഡൊമസ്റ്റിക് വേസ്റ്റസ് കളക്ട് ചെയ്യും. ഓരോ വീടുകളിൽ പോയിട്ട് വേസ്റ്റ് കളക്ട് ചെയ്ത് അവർ ഒരുമിച്ച് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും അല്ലേ? അപ്പോൾ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഈസ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ഹോമിൽ നിന്നുള്ള, അതായത് ഡൊമസ്റ്റിക് വേസ്റ്റ് മെറ്റീരിയൽസ്, പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അതെങ്ങനെ എഫക്റ്റ് ചെയ്യാം? ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് വാട്ടറിലോട്ട് നമ്മൾ ഇൻസെക്ടിസൈഡ്സ് ചിലപ്പോൾ നമുക്ക് നമ്മൾ നേരിട്ട് നമ്മൾ ഇൻസെക്ടിസൈഡ് വാട്ടറിലോട്ട് കലക്കില്ല. പക്ഷെ അതെങ്ങനെയായിരിക്കും വരിക? ചെടികളിലൊക്കെ നമ്മൾ തെളിക്കും അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, മരങ്ങളുടെ ചോട്ടിലും അല്ലെങ്കിൽ തെങ്ങിൻ്റെ അവിടെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ തടമെടുത്ത് നമ്മൾ ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡൊക്കെ ഇടും അല്ലേ? അപ്പോൾ ഇത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ റെയിനൊക്കെ വരുമ്പോൾ, മഴയൊക്കെ വരുമ്പോൾ ഈ മഴ വെള്ളം ഒഴുകുന്നതിൻ്റെ കൂടെ ഈ ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡൊക്കെ കൂടി ചേർന്ന് തന്നെയാണ് അത് ഇങ്ങോട്ട് പോകുന്നത്, വാട്ടർ ബോഡീസിലോട്ട് ചേരുന്നത് അല്ലേ? അപ്പോൾ ഈ പെസ്റ്റിസൈഡ്സും കൂടി ഒഴുകിയാണ് വാട്ടർ ബോഡീസിലോട്ട് ഈ മഴ പെയ്യുമ്പോൾ റെയിൻ വാട്ടർ ഒഴുകി ചേരുന്നത്. അങ്ങനെയാണ് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് വാട്ടർ ബോഡീസ് പൊല്യൂട്ടർ ആക്കുന്നത്. ഓക്കെ, ദെൻ
അതേപോലെ തന്നെ ഡിറ്റർജൻസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഓൾറെഡി അതെന്ത് ചെയ്ത് വരുന്നുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ അറിയാലോ നമുക്ക് അല്ലേ. മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് എല്ലാ സ്ഥലത്തേയും എല്ലാ വെള്ളവും എവിടെ തന്നെ വന്ന് ചേരുന്നത്? കടലിൽ തന്നെയാണ് വന്ന് ചേരുന്നത്, അല്ലെങ്കിൽ ലേക്സ് അല്ലെങ്കിൽ ഓഷ്യൻസിലോട്ട് തന്നെയാണ് വന്ന് ചേരുന്നത് അല്ലേ. അപ്പോൾ ഈ മഴവെള്ളം വീഴുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള എന്ത് വേസ്റ്റ് ആണെങ്കിലും അത് ഒഴുകി എവിടേക്ക് വന്ന് ചേരും? വാട്ടർ ബോഡീസിലോട്ട് തന്നെ വന്ന് ചേരും. സോ ഇറ്റ് മേ കോസ് വാട്ടർ പൊല്യൂഷൻ. So it may contaminate the water and it can cause the water pollution. Okay. Next എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്. പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്. അതിൽ നമ്മൾ എയർ പൊല്യൂഷന് നമ്മൾ പഠിച്ചത് പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നായിരുന്നു നമ്മൾ എയർ പൊല്യൂഷനിൽ നമ്മൾ പൊല്യൂട്ടൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത്. അപ്പം ഇതിൽ നമ്മൾ വാട്ടർ ബോഡീസിൻ്റെ കേസിലായിരിക്കും വാട്ടർ പൊല്യൂഷനിലാകുമ്പോൾ നമ്മൾ പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ് എന്നാണ് പഠിക്കുക. ഓക്കെ, വാട്ട് മീൻ ബൈ പോയിന്റ് സോഴ്സസ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്? പോയിന്റ് സോഴ്സ് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സോഴ്സാണ് പോയിന്റ് സോഴ്സ്. ഓക്കെ, ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്കത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സോഴ്സാണ് എന്ത്? പോയിന്റ് സോഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാക്ടറീസ്, ഡൊമസ്റ്റിക് വേസ്റ്റ്, ഓക്കെ, പിന്നെ ലീക്കേജ് ഫ്രം ഓയിൽ ടാങ്ക്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ആ ഓയിൽ ടാങ്കിൽ നിന്നാണ് ആ വേസ്റ്റ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്നാണ് വേസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ കേസിലൊക്കെ അതെന്ത് സോഴ്സാണ്? പോയിന്റ് സോഴ്സാണ്. ഓക്കെ, ആ കേസസിലൊക്കെ അത് പോയിന്റ് സോഴ്സാണ്. സോ വാട്ട് ഡു യു മീൻ നോൺ പോയിന്റ് സോഴ്സസ്? എന്തായിരിക്കും നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? നോൺ പോയിന്റ് സോഴ്സ് മീൻസ് ഇറ്റ് ഈസ് വൈഡ്ലി സ്കാറ്റേഡ്. നമുക്കറിയില്ല അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതിങ്ങനെ ഇപ്പോൾ സോയിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മഴയൊക്കെ പെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് പൊല്യൂട്ടൻസ് വന്ന് നമ്മുടെ വാട്ടർ ബോഡീസിലോട്ട് വന്ന് ചേരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതൊക്കെ അതെന്തെങ്കിലും വരുന്നതാണ് നോൺ പോയിന്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷനിലാണ്. അത് വൈഡ്ലി സ്കാറ്റേഡ് ചെയ്ത് കിടക്കുകയാണ്. അതിന് ഒരു ഡെഫിനറ്റ് ആയിട്ട് ഇന്നൊരു സോഴ്സ് എന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ നോൺ പോയിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പോയിന്റ് സോഴ്സ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ്. ഓക്കെ, next topic is effects of water pollution. എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ്റെ ഇഫക്ട്സ്? എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാവുക വാട്ടർ പൊല്യൂഷൻ ആയാൽ? എന്തൊക്കെയായിരിക്കും? നിങ്ങൾ തന്നെ പറയൂ, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക വാട്ടർ പൊല്യൂഷൻ ആയാൽ? ഫസ്റ്റ് ഈസ് ഡിസീസസ്. ഫസ്റ്റ് ഇഫക്റ്റ് ഈസ് ഡിസീസസ് ഉണ്ടാവും. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ecosystems, destruction of ecosystems, eutrophication, then effects of food chain. So these are the major effects of water pollution. Major effects ആണെന്നല്ല, എന്തൊക്കെയാണ്? ഡിസീസസ്. എന്താണ് ഡിസീസസ്? നമുക്ക് വരാം അല്ലേ. ഇപ്പോൾ ടൈഫോയിഡ്, കോളറ, അതൊക്കെ വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നതാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും പോയിസണസ് അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിപെടുന്നതാണ് ഛർദി, വയറിളക്കം അല്ലേ, കോളറ, ഹെപ്പറ്റൈറ്റിസ് അങ്ങനത്തെ ഒക്കെ എപ്പോഴും വരും അല്ലേ. അപ്പം അങ്ങനെ ഉള്ള ഡിസീസസ്, നമുക്ക് ചിലപ്പോൾ വയറിന് അസുഖം വരും. അപ്പം അങ്ങനെയുള്ള ഡിസീസസ് ഒക്കെയാണ് വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ്. എക്സാമ്പിളാണ് ടൈഫോയിഡ് അല്ലേ. ടൈഫോയിഡ്,
cholera, hepatitis and various other diseases. Okay. What is the destruction of ecosystems? അതായത് മൊത്തത്തിൽ തന്നെ ആവാസ വ്യവസ്ഥയെ ചിലപ്പോൾ വേണമെങ്കിൽ ബാധിക്കാം. മൊത്തം സിസ്റ്റത്തിനെ ഫുള്ളായിട്ട് വേണമെങ്കിൽ ബാധിക്കാം. കാരണം ഒരു സ്മോൾ ചേഞ്ച്, വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വാട്ടറിനെ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്ടറിനെ നമ്മൾ പൊല്യൂട്ട് ചെയ്യണം. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വലുള്ള എൻവയോൺമെൻറ്റിനെ നമ്മൾ ബാധിക്കുക, അതിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്താലും ഇറ്റ് മേ അഫക്റ്റ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്ലി ഇറ്റ് മേ അഫക്റ്റ് ദി എക്കോസിസ്റ്റംസിന് മൊത്തത്തിൽ അത് അഫക്റ്റ് ചെയ്യും. സോ that is the destruction of ecosystems. Okay, next വരുന്നതാണ് eutrophication. Okay, what do you mean by eutrophication? എന്താണ്? അതായത് ആൽഗെ, ഇപ്പോൾ ചില സമയത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, വാട്ടർ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള വാട്ടറൊക്കെ നമ്മൾ മരത്തടിമയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറേ ആൽഗെ അല്ലെങ്കിൽ കുറേ കുഞ്ഞി കൂണ് പോലത്തെ, കൂണെന്ന് വെച്ചാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ടൈപ്പിലുള്ള കൂണുകൾ അല്ലെങ്കിൽ ആൽഗകൾ, അതൊക്കെ ഇങ്ങനെ മുളച്ച് വരും അല്ലേ? കണ്ടിട്ടുണ്ടോ? അത് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പല പൂപ്പലുകളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ സോ ദിസ് ആൽഗെ ക്യാൻ ഫോം, അത് ചിലപ്പോൾ ഇപ്പോൾ ലേക്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് ആൽഗകൾ അല്ലേ? ആൽഗ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്താണ്, കുളത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയ തടാകത്തിൻ്റെയൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ? പച്ച കളറിലൊക്കെ കിടക്കും. അല്ലെങ്കിൽ പലതരം ആൽഗീസ് ഉണ്ട് അല്ലേ? പലതരം ആൽഗീസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് മേ അഫക്റ്റ് ദി. അപ്പോൾ ഈ ആൽഗയുടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചില ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് നമ്മുടെ വാട്ടറിൽ എന്താ ഉണ്ടാവേണ്ടത് കൂടുതലായിട്ട് H2O ആണ്, അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് വാട്ടർ അല്ലേ? അപ്പോൾ ഈ ആൽഗയുടെ അവിടെയുള്ള ചില ബാക്ടീരിയാസ് ഇറ്റ് മേ അഫക്റ്റ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്രോഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ആൽഗേസ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റാണ് യൂട്രോഫിക്കേഷൻ. ഈ ആൽഗെ കൂടുതലുള്ള സ്ഥലത്ത് എന്താ പറയുക, ജീവജാലങ്ങളൊക്കെ ചിലപ്പോൾ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിടക്ക് പായലൊക്കെ ക്ലീൻ ചെയ്യണത് കണ്ടിട്ടില്ലേ? കുളമൊക്കെ ക്ലീൻ ചെയ്യണത് കണ്ടിട്ടില്ലേ അല്ലേ? കുറച്ച് പായൽ എന്നാൽ വേണം താനും, എന്നാലും അധികം കൂടാനും പാടില്ല. അത് ചില ടൈപ്പ് ബാക്ടീരിയാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ എക്കോസിസ്റ്റം അല്ലെങ്കിൽ പോണ്ടിലൊക്കെ ഓക്സിജൻ്റെ ലെവൽ കുറയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ബാക്ടീരിയാസിൻ്റെ വളർച്ച നമ്മൾ കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യണം. പോണ്ടിൻ്റെയൊക്കെ ക്ലീൻ ചെയ്യണം, കാണാറില്ലേ? ആൽഗേസൊക്കെ കളയാനായിട്ട്. സോ ദാറ്റ് ഈസ് യൂട്രോഫിക്കേഷൻ. നെക്സ്റ്റ് ഇസ് ഇഫക്ട്സ് ഓഫ് ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ അത് എന്തിനെ അഫക്റ്റ് ചെയ്യും, ഫുഡ് ചെയിനെ അഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്, വാട്ടറിലാണ് എല്ലാവരും, വാട്ടറിൽ ജീവിക്കുന്ന ഇഷ്ടംപോലെ ജീവജാലങ്ങളുണ്ട് അല്ലേ? ഫിഷ് ഉണ്ട്, അതേപോലെ ഷെല്ലുകൾ ഫിഷ്. അതേപോലെ ഈ ഫിഷ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മിക്ക ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒക്കെ ആഹാരമാണ് ഫിഷ് അല്ലേ? അപ്പോൾ ഫിഷിന് എന്തെങ്കിലും പറ്റിയാലും എന്ത് സംഭവിക്കും, ഇറ്റ് മേ അഫക്റ്റ് അവർ ഫുഡ് ചെയിൻ. നമ്മുടെ ഫുഡ് ചെയിനെയാണ് അത് ബാധിക്കുക. സോ ഇറ്റ് ഈസ് അനദർ ഇഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, സോ വാട്ട് ആർ ദി ഇഫക്ട്സ്? എന്തൊക്കെ ഉണ്ടാക്കുക വാട്ടർ പൊല്യൂഷൻ? ഡിസീസ് ഉണ്ടാക്കും, എക്കോസിസ്റ്റത്തെ ഡിസ്ട്രോയ് ചെയ്യും, യൂട്രോഫിക്കേഷൻ ഉണ്ടാക്കും, പിന്നെ നമ്മുടെ ഫുഡ് ചെയിനെ ബാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ്. Classification of water pollutants. Okay.
നമുക്ക് വാട്ടർ പൊല്യൂഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസ് ഓഫ് പൊല്യൂട്ടൻറ്റ് സോഴ്സസ്. ഏതൊക്കെ രീതിയിലുള്ള പൊല്യൂട്ടൻറ്റ് സോഴ്സസ് ഉണ്ട്, പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച്, അതേപോലെ തന്നെ തേർഡ് വരുന്നതാണ് ഡീഗ്രഡേഷൻ നേച്ചർ. അപ്പോൾ ഏതൊക്കെ ഇതിൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്ടർ പൊല്യൂട്ടൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് പൊല്യൂട്ടൻറ്റ് സോഴ്സസിൽ വരുന്നതാണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് ഉണ്ട് അല്ലേ. ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻ്റ് വേറെയാണ്, അഗ്രികൾച്ചറൽ പൊല്യൂട്ടൻ്റ് വേറെയാണ് അല്ലേ. അതേപോലെ ഹോം നാച്ചുറൽ പൊല്യൂട്ടൻസ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചുറൽ പൊല്യൂട്ടൻറ്റ് സോഴ്സസിൽ വരുന്നത്. അതിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻറ്റ്, ദെൻ അഗ്രികൾച്ചറൽ പൊല്യൂട്ടൻറ്റ്, then urban pollutants, urban areas ulla pollutants, then natural pollutants, on the basis of physical and chemical characteristics, physical pollutant ഉണ്ട്, അതുപോലെ chemical pollutants, physical and chemical pollutants. Degradation അനുസരിച്ചിട്ട് നമുക്കറിയാം degradable pollutants ഉണ്ട്, degradable pollutants and non-degradable pollutants, non-degradable pollutants. Okay, degradable pollutants ഉണ്ട്, അതുപോലെ തന്നെ non-degradable pollutants. Okay, so these are the classification of water pollutants. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഓൺ ദ ബേസ് ഓഫ് പൊല്യൂട്ടൻറ്റ് സോഴ്സ് അനുസരിച്ചിട്ടാകുമ്പോൾ ഡിഫറെൻറ്റ് സോഴ്സ് നമുക്ക് കിട്ടും അല്ലേ. ഇൻഡസ്ട്രിയൽ സോഴ്സ് ഉണ്ട്, അതുപോലെ അഗ്രികൾച്ചറൽ സോഴ്സ് ഉണ്ട്, അർബൻ സോഴ്സ് ഉണ്ട്, നാച്ചുറൽ സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന സോഴ്സ് ഏതൊക്കെ, ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വാട്ടർ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്, ലെഡ്, മെർക്കുറി, സിങ്ക്, അങ്ങനെ എന്താ പറയുക ഹസാഡസ് ആയിട്ടുള്ള കുറേ മെറ്റൽസ് അതൊക്കെയാണ് ഇവിടെ നിന്ന് വരുന്നത്, ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്നത്. ലെഡ്, മെർക്കുറി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞ് നമ്മുടെ വയറ്റിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ സെവറൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ആ വേസ്റ്റസ് അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ് വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പൊല്യൂട്ടൻസ്, അതായത് ഇൻഡസ്ട്രീസിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്, ലെഡ്, മെർക്കുറി, സിങ്ക്, അങ്ങനെ മുതലായ സാധനങ്ങളൊക്കെ വരും അല്ലേ. സോ ദാറ്റ് കംസ് അണ്ടർ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ്. നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ പൊല്യൂട്ടൻസ്. അഗ്രികൾച്ചറിലാണ്, അതായത് ഇപ്പോൾ അഗ്രികൾച്ചർ പൊല്യൂട്ടൻസിലാണ് അഗ്രികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിൽ വരുന്നതാണ്, അഗ്രികൾച്ചർ പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ പ്ലാന്റിൻ്റെ റിമൈൻസ് അതൊക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ അഗ്രികൾച്ചർ, അതായത് അഗ്രികൾച്ചറിൽ ഉണ്ടാവുന്ന പൊല്യൂട്ടൻസ്, അഗ്രികൾച്ചറിലെ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അഗ്രികൾച്ചറൽ പൊല്യൂട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് ഈസ് അർബൻ പൊല്യൂട്ടൻസ്. അർബൻ പൊല്യൂട്ടൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ മുമ്പ് അർബൻ പൊല്യൂട്ടൻറ്റ് എന്ന് വെച്ചാൽ സിറ്റി വേസ്റ്റസ്, അതായത് സിറ്റി സീവേജ്, അർബൻ സീവേജ്, ഹൗസ് ഹോൾഡ് സീവേജസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് അർബൻ പൊല്യൂട്ടൻറ്റിൽ വരുന്നത്. ഇപ്പോൾ നാച്ചുറൽ പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ട് ഡിഗ്രേഡ് ചെയ്ത് പോകുമ്പോഴുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, ഇപ്പോൾ ഓർഗാനിക് മാറ്റേഴ്സ്, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷനുകൾ ഉണ്ടാകുന്ന ഡ്രപ്സ്, അങ്ങനത്തെ ഓൾക്കാനിക് ഇറപ്ഷൻ്റെ ഇറപ്ഷൻ്റെ സമയത്തൊക്കെ ധാരാളം വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത് നാച്ചുറൽ പൊല്യൂട്ടൻസിൽ വരുന്നത്. ഓക്കെ, ഇനി ഓൺ ദി ബേസിസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഫിസിക്കൽ പൊല്യൂട്ടൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ പൊല്യൂട്ടൻ്റ് ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഫിസിക്കൽ പൊല്യൂട്ടൻ്റ്? ഫിസിക്കൽ പൊല്യൂട്ടൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, അതായത് കളറ്, ടേസ്റ്റ്, ടർബിഡിറ്റി അല്ല, അതൊക്കെയാണ് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് വരുന്നത്. കളറിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതേപോലെ ടർബിഡിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ആ ഫിസിക്കൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത്, ടെക്സ്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനെയുള്ള പൊല്യൂട്ടൻസ് ആണ് ഇതിൽ വരുന്നത്, ഫിസിക്കൽ പൊല്യൂട്ടൻറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഗ്രീസ് കണ്ടൻ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. നെക്സ്റ്റ് കെമിക്കൽ പൊല്യൂട്ടൻസ് വെച്ചാൽ കെമിക്കലായിട്ടുള്ള, അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സും, സിങ്ക്, അമോണിയം സാധനങ്ങളൊക്കെ ഇതിൽ വരും അല്ലേ. കെമിക്കൽ ഫിസിക്കലിൽ നമുക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ കളർ മാറുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ കളർ മാറി എന്നുള്ളത് അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഫിസിക്കലിൽ വരുന്നത്. കെമിക്കൽ പൊല്യൂട്ടൻ്റ് അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കെമിക്കലായിട്ട് അതിനുള്ളിൽ വന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നെക്സ്റ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡീഗ്രഡേഷൻ നേച്ചർ. ഡീഗ്രഡേഷൻ അനുസരിച്ചിട്ടാകുമ്പോൾ അത് ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ് ഉണ്ട്, നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ് ഉണ്ട്. വേണമെങ്കിൽ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ് എന്ന് വെച്ചാൽ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത്, അതായത് നാച്ചുറലായിട്ട് തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പിലുള്ള പൊല്യൂട്ടൻസിനാണ് നമ്മൾ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ എന്ന് പറയുന്നത് അല്ലേ? നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നോൺ ഡീഗ്രേഡബിൾ എന്ന് വെച്ചാൽ എന്താണ്? അത് ബയോളജിക്കൽ ആയിട്ട് തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോവാത്തത്, നാച്ചുറലി ഡീഗ്രേഡ് ചെയ്ത് പോവാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ നോൺ ഡീഗ്രേഡ്. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് വേസ്റ്റസ്, അല്ലെങ്കിൽ തന്നെ ഈ ചില ടോക്സിക് ആയുള്ള സബ്സ്റ്റൻസസ്, ഈ ടോക്സിക് ആയുള്ള ചില കെമിക്കൽസ്, അതുണ്ടായാൽ പിന്നെ പോവില്ല, അത് ഈ എർത്തിൽ നിന്ന് പോകാനായിട്ട് ഡീഗ്രേഡ് ചെയ്ത് പോവില്ല. അത് അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ഇനി ഇപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ പഠിക്കാം.